ഇന്ന് ഓണാണ് പഠിക്കാൻ പോകുന്നത്. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുകളിൽ എന്ന അർത്ഥത്തിലാണല്ലോ ഓൺ ഉപയോഗിക്കാറുള്ളത് അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓൺ ഉപയോഗിക്കുന്ന ഇടങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. കുറച്ച് സ്പീഡിൽ പറയാം, കാരണം ഇന്ന് ക്ലാസ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ്. ഓൺ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സർഫസ് ഓഫ് സംതിങ്, എന്തിൻ്റെങ്കിലും മുകളിൽ പ്രതലത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ഉപയോഗിക്കാറുള്ളത്. ദ ബുക്സ് ആർ ഓൺ ദ ടേബിൾ, പുസ്തകം എവിടെയുള്ളത്? ഓൺ ദ ടേബിൾ, ടേബിളിന്റെ മുകളിലാണ്, മേലെയാണ് ബുക്സുകൾ ഉള്ളത് അല്ലെ, ഓൺ ദ ടേബിൾ. ഇനി ഹി ലൈസ് ഓൺ ദ ബെഞ്ച്, അവൻ എവിടെ കിടക്കുന്നത്? ബെഞ്ചിലാണ്. ഹി ലൈസ് ഓൺ ദ ബെഞ്ച്. ഐ പുട്ട് ദ നൈഫ് ഓൺ ദ കിച്ചൺ ടേബിൾ, ഞാൻ നൈഫ് അവിടെ വെച്ചു കിച്ചൺ ടേബിളിന്റെ മുകളിൽ വെച്ചു. അപ്പോൾ മുകളിൽ എന്ന അർത്ഥത്തിൽ സർഫസ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഉപയോഗം. രണ്ട്, ഓൺ ഇസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്, ദിവസവും ഡേറ്റും പറയാൻ വേണ്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പറഞ്ഞത്? ഇയർ പറയാൻ വേണ്ടിയും അതുപോലെ മന്ത് പറയാൻ വേണ്ടിയും ഏതാ ഉപയോഗിച്ചത്? ഇന്ന് ഉപയോഗിച്ചു. എന്നാൽ ഡേയും ഡേറ്റും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? ഓൺ ഉപയോഗിക്കുന്നു, ഓൺ. ഓക്കെ. രാജു അറൈവ്ഡ് ഓൺ മൺഡേ, ഓൺ മൺഡേ, മൺഡേ എന്ന് പറഞ്ഞാൽ ഡേ ആണ്. ഓൺ 10th മെയ്, മെയ് 10th തീയതി, ഡേറ്റ് ആണ്. ഓൺ 17th August 1988 അല്ലെ, അതും ഡേറ്റ് ആണ്. വി യൂസ് ഓൺ ടു സേ സംബഡി വർക്ക്സ് ഔട്ട്സൈഡ് എ ബിൽഡിംഗ്, ഒരാൾ ഒരു കെട്ടിടത്തിന്റെ പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ ജോലി ചെയ്യുന്നത് ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിൽ വർക്ക്സ് ഇൻ ആണ് പറയാം, വർക്ക്സ് ഇൻ. എന്നാൽ ഇവിടെ വർക്ക്സ് ഓൺ എ ഫാം, വർക്ക്സ് ഓൺ ആൻ എസ്റ്റേറ്റ്, വർക്ക്സ് ഓൺ എ പെട്രോൾ പമ്പ്, ഷി വർക്ക്സ്. പിന്നെ ബുക്ക് സ്റ്റാളൊക്കെ ആണെങ്കിൽ, അല്ലാതെ കെട്ടിടത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഇന്ന്, ഷി വർക്ക്സ് ഇൻ എ ബുക്ക് സ്റ്റാൾ. അപ്പൊ നമ്മൾ ഇത് രണ്ടും പഠിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കെട്ടിടത്തിനകത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ വർക്ക്സ് ഇൻ, പുറത്താണെങ്കിൽ വർക്ക്സ് ഓൺ. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഓൺ ഇസ് യൂസ്ഡ് വിത്ത് റിവർ ബാങ്ക്സ്, റിവർ ബാങ്ക്സ് ആൻഡ് ലേക്ക്, ലേക്കുകളെയും റിവർ ബാങ്കുകളെയും നദീതീരത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നു. വാരണാസി ഈസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ഗംഗ, ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ കബനി, ദ ഹൗസ് ഈസ് ഓൺ ദ ലേക്ക്. ഓൺ ദ ലേക്ക് എന്ന് പറഞ്ഞാൽ തടാകത്തിന്റെ മുകളിലാണെന്നല്ല, തടാകക്കരയിൽ അവിടെയോ ആണെന്നാണ് കേട്ടോ, ഓൺ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ദ ബിൽഡിംഗ്സ്, ഫ്ലോർസ്, കെട്ടിടത്തിന്റെ നിലകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയില്ലേ ഓൺ ദ 4th ഫ്ലോർ, ഓൺ ദ 2nd ഫ്ലോർ, ഓൺ ദ 3rd ഫ്ലോർ, അത്രയേ ഉള്ളൂ. ഇനി ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡിവൈസസ് ആൻഡ് മെഷീൻസ്, ഡിവൈസുകളും മെഷീനുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൺ ഉപയോഗിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ് തന്നെ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പറയുന്നത് അവൻ എപ്പോൾ നോക്കിയാലും ഫോണിലാണ്. നിങ്ങൾ PSCക്ക് പഠിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരു ഗുണകരമായ കാര്യം ചെയ്യുകയാണോ അല്ലേ എന്നുള്ളതല്ല അവർ ആലോചിക്കുക. പലരും നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവും നേരം വെളുത്ത ചങ്ങാതി ഫോണിലാണ്. ഫോണിൽ നമ്മൾ സാധാരണ പറയാനുള്ള സാധ്യത, ടെൻഡൻസി ഇൻ ദ ഫോൺ എന്നായിരിക്കും. ഹീസ് ഇൻ ദ ഫോൺ, അത് തെറ്റാണ്. ഹീസ് ഓൺ ദി ഫോൺ. ഓക്കെ, ഫോണിൽ. അതുപോലെ TV, ഓൺ ദി ടെലിവിഷൻ. ഓക്കെ, ഓൺ ദി ഫോൺ, ഓൺ ദി കമ്പ്യൂട്ടർ, ഓൺ ദി TV. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ ചോദിക്കാം. ഇനി ഏഴാമത്തത് ഓൺ യൂസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് എ പാർട്ട് ഓഫ് ദ ബോഡി, ശരീര അവയവങ്ങൾ, പാർട്ട് അല്ലേ. നമ്മളിപ്പോൾ നിങ്ങളുടെ കയ്യിനകത്ത് ഒരു മോതിരമുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു മോതിരം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മോതിരം എവിടെയാണുള്ളത്? എവിടെയാ മോതിരം ഉള്ളത്? നിങ്ങളുടെ കയ്യിൻ്റെ വിരലിലാണ് അല്ലേ, വിരലിൽ. അപ്പൊ ഈ വിരലിൽ എന്ന് പറയുമ്പോൾ മോതിരം ഇടുന്ന സ്ഥലം വിരലിൻ്റെ മുകളിലാണ്. ഓക്കെ, വിരലിൻ്റെ മുകളിൽ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്താണ്, നമ്മൾ മലയാളത്തിൽ വിരലിൽ എന്ന് പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇൻ ദ ഫിംഗർ എന്ന് പറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ ദ ഫിംഗർ, പക്ഷെ ഇത് ഓൺ ദി ഫിംഗർ ആണ്. ഓക്കെ, ഓൺ ദ ഫിംഗർ, ഓൺ ദ ഷോൾഡർ, ഓൺ ദ ഫിംഗർ, ഓൺ ദ ഷോൾഡർ, ഓൺ ദ നോസ്, ഓൺ ദ ഹെഡ്, ഓൺ ദ ചീക്ക്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഓൺ മൈ ഷോൾഡർ, ഓൺ മൈ ചീക്ക്, ഓൺ മൈ ഫിംഗർ. ഇനി ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് സംതിങ്, എന്തെങ്കിലും അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറയാം ദ പ്രോഡക്ട്സ് അവൈലബിൾ ഇൻ ദ സ്റ്റോർ ആസ് ഓൺ സെയിൽ, വിൽപ്പനയിലാണ്, അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഓൺ ഫയർ, തീ പിടിച്ചിരിക്കുകയാണ് അല്ലേ, അതിൻ്റെ അവസ്ഥയാണ്. ഓൺ ലോൺ, അതായത് ദ ലൈബ്രറി ബുക്ക് ഇസ് കറന്റ് ഓൺ ലോൺ, അതായത് അവരെ കൊണ്ടുപോയിരിക്കുകയാണ്. ആ ബുക്കിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത്തരം സിറ്റുവേഷനിൽ ഓൺ ഉപയോഗിക്കാറുണ്ട്. ഇനി ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ട്രാവൽ ഓൺ ഫുട്ട് ഓർ 2-വീലേഴ്സ്. നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ബൈ ഉപയോഗിക്കാറുണ്ട് വാഹനങ്ങളുടെ മുമ്പിൽ. പക്ഷെ നമ്മൾ ആ സഞ്ചരിക്കുന്നത് സ്വന്തം കാലിലാണെങ്കിൽ അല്ലേ, കാല് കൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ എന്താ ഉപയോഗിക്കുക?
ഓൺ ഫുട്ടാണ്. ഓൺ ഫുട്ട് കേട്ടോ, ഓൺ ദി ഫുട്ട്, ഓൺ ഫുട്ടാണ്. കാലുകൊണ്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഓൺ ഫുട്ടാണ്. അതിൽ 2 വീലേഴ്സിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഓൺ ബൈക്ക്, ഓൺ ബൈസിക്കിൾ, ഓർ ഓക്കെ ഓൺ ദ എന്താ പറയുക സ്കൂട്ടർ or like that. Okay, he goes to church on bike, on foot, on foot അല്ലേ. ഇനി ഓൺ ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടോപ്പിക്. ഒരു ടോപ്പിക് പറയുന്ന സമയത്ത് എബൌട്ട് എന്ന അർത്ഥത്തിൽ, ഇന്ന സംഭവവുമായി ബന്ധപ്പെട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഷീ ഈസ് റൈറ്റിംഗ് എൻ എസ്സേ ഓൺ ദ ന്യൂ എക്കണോമിക് പോളിസി, ന്യൂ എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് എബൌട്ട്. ഓക്കെ, ഓൺ റിസഷൻ, സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട. ദ പ്രൊഫസർ റോഡ് എ ബുക്ക് ഓൺ റിസഷൻ, റിസഷനുമായി ബന്ധപ്പെട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. ഷീ മേഡ് എ സ്പീച്ച് ഓൺ എഫക്റ്റീവ് പാരന്റിങ്, എഫക്റ്റീവ് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്? അത്രയുള്ള ഓണിൻ്റെ ഉപയോഗം. 10 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സർഫസ് പറയാൻ വേണ്ടിയിട്ട്, മുകളിൽ എന്ന അർത്ഥത്തിൽ 2 ഡേയ്സും ഡേറ്റ്സിൻ്റെയും മുമ്പിൽ ഡേ, ഡേറ്റ്. ഓക്കെ, അതുപോലെ ഒരാൾ ജോലി ചെയ്യുന്നത് ഒരു കെട്ടിടത്തിൻ്റെ പുറത്താണെങ്കിൽ, അതുപോലെ റിവർ ബാങ്ക്സ്, ലേക്സ് പറയാൻ സമയത്ത്. നെക്സ്റ്റ് ബിൽഡിങ്സുകൾ, ബിൽഡിംഗ് ഫ്ലോറുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ആൻഡ് ഡിവൈസസ് ആൻഡ് മെഷീൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, പാർട്സ് ഓഫ് ബോഡിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ആൻഡ് സ്റ്റേറ്റ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാവൽ ചെയ്യുന്ന ഫൂട്ട്, കാലുകൊണ്ടോ അല്ലെങ്കിൽ ബൈക്കിലോ 2 വീലർസിലോ ആണെങ്കിൽ ഓൺ ഉപയോഗിക്കുന്നു. ഓൺ ഇസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ടോപ്പിക്, ഒരു ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടും ഓൺ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഓൺ വെച്ചുകൊണ്ടുള്ള ചില പ്രൊപ്പസിഷണൽ ഫ്രേസസ് ഓർ പ്രൊപ്പസിഷണൽ വേർബ്സ് ഉണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റിലേ ഓൺ, യു ക്യാൻ റിലേ ഓൺ ഫോർ ഹെൽപ്പ്. റിലേ ഓൺ, വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക, ആശ്രയിക്കുക. ഡിപ്പെൻഡ് ഓൺ, മറ്റൊരു പാഠം, യു കാണ്ട് ഡിപ്പെൻഡ് ഓൺ ഹിം ഫോർ എവർ. റിലൈ ഓൺ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. റിലൈ ഓൺ, റിലൈ ഓൺ, റിലൈ ഓൺ. ഇനി ഗ്രേസിങ് ഓൺ, മേയുക, ഗ്രേസിങ് ഓൺ. ഗ്രേസിങ് ഓൺ ദ ഹിൽസ്, ഗ്രേസിങ് ഓൺ ദ മാഷ്, ചതുപ്പൊന്നുമില്ല കേട്ടോ. ഗ്രേസിങ് ഓൺ ദ ഗ്രാസ്, ഗ്രേസിങ് ഓൺ ദ ഫാം. പക്ഷെ അത് ഫീൽഡ് ആണെങ്കിൽ ഇന്നാണ്, ഗ്രേസിങ് ഇൻ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി ടേക്ക് റിവെഞ്ച് ഓൺ, ഹി സോ ടു ടേക്ക് റിവെഞ്ച് ഓൺ ഹിസ് പൊളിറ്റിക്കൽ എനിമീസ്. ടേക്ക് റിവെഞ്ച് ഓൺ എന്ന് പ്രതികാരം ചെയ്യുക, ടേക്ക് റിവെഞ്ച് ഓൺ. കീൻ ഓൺ, ബെൻഡ് ഓൺ, നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തോട് പ്രത്യേകമായ താല്പര്യം ഉണ്ടെങ്കിൽ കീൻ ഓൺ അല്ലെങ്കിൽ ബെൻഡ് ഓൺ എന്ന് പറയും. ഷീസ് കീൻ ഓൺ ടെന്നീസ്, അവൾക്ക് ടെന്നീസിനോട് പ്രത്യേക താല്പര്യമുണ്ട്. ആൻഡ് ഹി സീംസ് ബെൻഡ് ഓൺ ബിക്കമിങ് എ ഡോക്ടർ, ഡോക്ടർ ആവാനുള്ള ഒരു ചെറിയ ഒരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഒരു ആഭിമുഖ്യമുണ്ട്. കൺഗ്രാജുലേറ്റ് സംബഡി ഓൺ, കൺഗ്രാജുലേറ്റ് കണ്ടാൽ ഓൺ ആണ്. കൺഗ്രാജുലേറ്റ് ഓൺ, ഐ കൺഗ്രാജുലേറ്റ് യു ഓൺ പാസിംഗ് ദ എക്സാം. ഹെഡ് ഓൺ കൊളീഷൻ, വാഹനങ്ങൾ നേർക്ക് നേരെ കൂട്ടിയിടിക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ് ഓൺ കൊളീഷൻ, ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയും. 2 of the riders left the road to avoid head on collision. ഹെഡ് ഓൺ കൊളീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റോഡിൽ നിന്ന് പുറത്തേക്ക് പോയി. എഗ്രി ഓൺ, the committee finally agreed on a solution. Comment on, the lawyer briefly commented on the lawsuit. Comment on, അഭിപ്രായം പറയുക. Concentrate on, എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. He is trying to concentrate on his work. Focus on, I am too tired to focus on this assignment. Focus on. അടുത്തത് elaborate on. This paragraph elaborates on the previous one's claims. Elaborate on. Insist on, ഇതല്ലേ കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫേസ് 1 പരീക്ഷയ്ക്ക് ശരിയേതാ തെറ്റേതാ എന്നുള്ള ചോദ്യത്തിൽ ഇതായിരുന്നു ഒന്ന്. ഇൻസിസ്റ്റ് ഇൻ എന്നാണ് അതിനകത്ത് എഴുതിയത്, അതുകൊണ്ട് ആ സെൻസ് തെറ്റാണ് നമ്മൾ മനസ്സിലാക്കി. ഇൻസിസ്റ്റ് ഓൺ ആണ്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ജോയിനിങ് അസ്. ആ ചോദ്യം കണ്ടിരുന്നു നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ബൈ ബൈക്കോ, ബൈ ബൈക്ക്, ജനറലി ബൈ ബൈക്ക്. പ്രണവേ, ബൈ ബൈക്ക്, ഹി കെയിം ബൈ ബൈക്ക്. പക്ഷേ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓൺ ആണ് വരിക. അല്ലെങ്കിൽ ഇരിക്കുക എന്ന അർത്ഥത്തിൽ ഹി സിറ്റിംഗ് ഓൺ ബൈക്ക്. ഓക്കെ, അത് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഈ ബൈക്കും സൈക്കിളും ഓൺ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഓൺ ബൈക്ക്, ഓൺ എ ബൈക്ക്, ഓൺ ദി ബൈക്ക് എന്ന് പറയാമെന്ന് പറയുന്നത്. പക്ഷെ ബൈ നിങ്ങൾക്ക് ഹി കെയിം, ഹി റീച്ച്ഡ് ബൈ ബൈക്ക് എന്ന് പറയാം. ബൈ ഒരു കോമൺ വേർഡാണ്. അത് 2 വീലേഴ്സിന് യൂസ് ചെയ്യാം, പ്രൈവറ്റ് വെഹിക്കിൾസിന് യൂസ് ചെയ്യാം. ഓക്കെ, ഓൺ ടൈം, fortunately the train was on time. On sale, the book will be on sale. On board, we have new engineer on board who specializes in repairing these kinds of computers. On board, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക, സ്ഥാനത്തേക്ക് വരുന്ന അതിന് ഓൺ ബോർഡ് എന്ന് പറയും അല്ലേ. ഓൺ ഫയർ, ദ കാർ വാസ് നൗ ഓൺ ഫയർ, ഇത് അതിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഓൺ ദി മൂവ്, ദ ആർമി ഈസ് ഓൺ ദി മൂവ്, ഇതും അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓൺ ഫയർ, ഓൺ ദി മൂവ് എന്നൊക്കെ പറയുന്ന ശൈലികളാണ്. ഓക്കെ,
സോ ഐ റിക്വസ്റ്റ് ആരെയാ വിളിക്കാം? എരുമ ശിഷ്യന്മാരാരാ ഉള്ളത്? അശ്വതിയെ ഒന്ന് സ്റ്റേജിലേക്ക് വാ. ജിൻസി ജോസ്, നിങ്ങൾ ആരാണ്? രണ്ടിലൊരാൾ വേഗം വാ. പ്രണവെ കേൾക്കുന്നുണ്ടോ? കേൾക്കാവോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്നൊന്ന് പറഞ്ഞേ. മനു വിൽ ഗോ ഡാഷ് ദ 7:30 ബസ്. ഓൺ ദ 7:30 ബസ്. ഓൺ. അതെന്താ അങ്ങനെ? നമ്മളെപ്പോഴും ബസ് എന്നൊക്കെ പറയുമ്പോ നമ്മള് നല്ല ബയ്യല്ല വേണ്ടത്. 7:30 ബസ് എന്നല്ലേ? 7:30 ബസ്. യെസ്, ദ 7:30 ബസ് അല്ലേ? 7:30 ബസ്. ചില ആൾക്കാർ ഇതിൽ ഓപ്ഷനിൽ അറ്റ് ഉണ്ടെന്ന് വെച്ചോ. അറ്റ് എഴുതാനുള്ള സാധ്യതയുണ്ട് 7:30 ആയതുകൊണ്ട് അല്ലേ? ഇവിടെ എവിടെ ഇല്ലായിരുന്നെങ്കിൽ ബൈ 7:30 ബസ്, ബൈ ബസ്. ഓക്കെ, ഇവിടെ ഈ ദായാണ് ഇവിടെ പ്രശ്നം. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ? ഓൺ ദി ബസ്. ഓക്കെ, ട്രെയിൻ ആണെങ്കിലോ ദ ട്രെയിൻ, ഓൺ ദ ട്രെയിൻ. ദി ട്രെയിൻ. ഷിപ്പ് ആണെങ്കിലോ ദ ഷിപ്പ്, ഓൺ ദ ഷിപ്പ്. ഓൺ ദി ഷിപ്പ് അല്ലേ? ഇനി എയറോപ്ലെയിൻ ആണെങ്കിലോ ഓൺ ദ എയർപ്ലെയിൻ, ഓൺ ദി എയർപ്ലെയിൻ. അതേസമയം കാർ ആണെങ്കിലോ ദ കാർ, ഇൻ ദ കാർ, ഇൻ ദ കാർ. ഓട്ടോ ആണെങ്കിലോ ദ ഓട്ടോ, ഇൻ ദ ഓട്ടോ, ഇൻ ദ ഓട്ടോ. അത് പ്രൈവറ്റ് വെഹിക്കിൾസ് ആണെങ്കിൽ ഇന്ന്, പബ്ലിക് വെഹിക്കിൾസ് ആണെങ്കിൽ ഓൺ, ഓൺ അല്ലേ? യെസ്, ഗുഡ് ഗുഡ് ഗുഡ്. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം, അപ്പൊ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓണാണ്. സുനിൽ സാറ്റ് ഡാഷ് എ ബോൾ. ഓൺ എ ബോൾ. ഓൺ എ ബോൾ. എന്തുകൊണ്ടാ? ഇരുന്നല്ലേ? അതിന്റെ മുകളിൽ അല്ലെ, സർഫസ് പറയാൻ വേണ്ടിയിട്ട് ഓണാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ? എന്തിന്റെങ്കിലും സർഫസ് പറയാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, 8ാമത്തെ പറഞ്ഞേ. ദ നെവർ അറൈവ് ലാസ്റ്റ് ടൈം. ഓൺ ടൈം. കൃത്യസമയത്ത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓൺ ടൈം, ഓൺ ടൈം എന്ന് പറയും, കൃത്യസമയത്ത്. ഓക്കെ. 9, ഗീത is writing an essay dash the new economic policy. ഓൺ ദ, ഓൺ ദ. എന്തുകൊണ്ട് ഓൺ വന്നത്? സബ്ജക്ട് ദ എക്കണോമിക് പോളിസി പറയാൻ വേണ്ടി അല്ലേ നമ്മൾ ഓൺ യൂസ് ചെയ്യും. 10ാമത്തെ ചോദ്യം, ഹി കൺഗ്രാജുലേറ്റ് മീ ഡാഷ് മൈ സക്സസ്. ഓൺ മൈ സക്സസ്. ഓൺ. അതെന്തുകൊണ്ടാ? ഒരു നേട്ടം, കഴിവ്, എന്താ പറയാ. കൺഗ്രാജുലേറ്റ് ഓൺ എന്ന് പറയുന്നത് ഒരു PV ആണ്. കൺഗ്രാജുലേറ്റിന് കൂടെ ഓൺ ആവില്ല അല്ലേ? അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. സോ നമുക്ക് ഇനി അടുത്ത ആളെ വിളിക്കാം. സോണിഷ. ഓക്കെ, സോണിഷ. ആദ്യം സോണിഷ. രജിത അവിടെ തന്നെ നിന്നോ. സോണിഷയോട് ഞാൻ ആദ്യം ചോദിക്കാം, അതിന്റെ ശേഷം രജിതയ്ക്ക് ചോദിക്കാം. പറയാട്ടോ. The teacher congratulated the student dash his success. On his success. On his success. എന്തുകൊണ്ടാ അത്? Congratulate on PV അല്ലേ? അതൊരു PV ആണ് അല്ലേ? Congratulate on അല്ലേ? ഗുഡ്. Congratulate somebody on. ആരവിടെ somebody? സ്റ്റുഡന്റ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് അവിടെ തന്നെ നിന്നോ സോണിഷ. രജിത അടുത്ത ആൻസർ. ഹിസ് ബെൻഡ് ഡാഷ് മിസ്സി. ഹലോ. പറ. ഹിസ് ബെൻഡ് ഡൗൺ. എന്തുകൊണ്ടാ ഓൺ വന്നത്? ബെൻഡ് ഓൺ ഒരു PV ആണ്. ബെൻഡ് ഓൺ എന്ന് പറയുന്ന ഒരു PV ആണ്. ബെൻഡ് ഓൺ. ഓക്കെ, അടുത്തതിന്റെ ആൻസർ സോണിഷ പറ. മൂന്ന് ഓപ്ഷനേ ഉള്ളൂ, ഒരെണ്ണം മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ഡി, ഓൺ ആണ്. ഏതാ? ഓൺ യുവർ കണ്ടക്ട്. തെറ്റ്. റെസ്പോൺസിബിൾ ഫോർ എഴുതി വെച്ചോട്ടോ. റെസ്പോൺസിബിൾ ഒരു PV ആണ്. റെസ്പോൺസിബിൾ ഫോർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കേട്ടോ. റെസ്പോൺസിബിൾ ഫോർ മറക്കരുത്. ഇനി 4 പഠിക്കുമ്പോൾ ഞാൻ അതൊന്നുകൂടെ പറയും കേട്ടോ. ഓക്കെ. ഹി ടുക്ക്, അടുത്ത ആള് രജിത. ഹി ടുക്ക് റിവെഞ്ച് ഡാഷ് ഹിസ് ഫോഴ്സ്. നമ്മൾ ഒരു PP പഠിച്ചില്ലേ? ടേക്ക് റിവെഞ്ച്. ടേക്ക് റിവെഞ്ച് ഓൺ. അപ്പൊ ഏതാ ആൻസർ? ടേക്ക് റിവെഞ്ച് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ?
പ്രതികാരം പ്രതികാരം ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു പ്രതികാരം ചെയ്യുക. ചെയ്യുക. പ്രതികാരം ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് ആണ് ടേക്ക് റിവെഞ്ച് ഓൺ. ഓക്കെ, മറക്കരുത്, ടേക്ക് റിവെഞ്ച് ഓൺ. ഒന്ന് പറഞ്ഞേ രജിത. രജിത. Take revenge on. പ്രതികാരം ചെയ്യുക. Good. ഇനി സോണിഷ അടുത്തതിന്റെ ആൻസർ പറ. She has no access as the manager. SS on the manager. അല്ല SS അറിയില്ല സർ, അറിയില്ല. Access to. ഒന്ന് പറഞ്ഞേ. SS2. നേരത്തെ എന്തായിരുന്നു ഒരു സാധനം പറഞ്ഞത്? Take revenge. Responsible for access to. ഇതിന് 2 പഠിപ്പിക്കുമ്പോൾ ഞാനിത് പറയുന്നുണ്ട് ഒന്നും കൂടെ, അപ്പൊ മറക്കരുത് കേട്ടോ. ഇല്ല. യെസ്. ഇനി നെക്സ്റ്റ് രജിത. The cow is grazing dash the farm. On the farm. Grazing on. Grazing on the farm. അതൊരു PV ആണ്. ഫീൽഡ് ആണെങ്കിലോ ഗ്രേസിംഗ് ഇന്ന വരിക. In the field. ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് വരിക, അല്ലെങ്കിൽ ഗ്രേസിംഗ് ഓൺ വരിക. ഓക്കെ, യെസ്. ഏഴാമത്തെ ചോദ്യം സോണിഷ പറ. He prefers coffee dash tea. To tea. Yes, prefer to. Tea. Prefer to, inferior to, senior to, junior to. അതായത് ഇർട്ടു എന്നാണ്. പ്രിഫർ, ഇർട്ടു, ഇൻഫീരിയർ, ഇർട്ടു, സീനിയർ ടു, ഇറിൽ അവസാനിക്കുമ്പോ അല്ലെ. യെസ്. അപ്പൊ ഇവിടെ 2 വരിക. അടുത്തത് നെക്സ്റ്റ് വീണ്ടും രജിത. The never arrive dash time. Arrive on time. കൃത്യസമയത്ത് എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? കൃത്യസമയം കാണിക്കുന്നുണ്ട്. ഓൺ ടൈം അല്ലേ. ഓക്കെ. അടുത്ത സോണിഷ. When is very useful to us. Pen is very useful. To us. Useful to us. അല്ലേ? Useful for us. കേട്ടോ. Useful for. Pen is very useful for us. അത് നമ്മൾ for പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ. ഇനി 10. Geeta is writing an essay dash the new economic policy. On the new economic policy. അതെന്തുകൊണ്ടാ? ഇതൊരു ടോപ്പിക് ആയതുകൊണ്ട് അല്ലേ. ടോപ്പിക് ബേസ് ചെയ്തുകൊണ്ട്. വീണ്ടും സോണിഷ ആൻസർ പറ. Left to Kochi. He has left to Kochi. എന്താണ്? ലെഫ്റ്റ് ഫോർ അല്ലേ. അതായത് ലീവ് ഫോർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം ഗോ എന്നാണ്. മലയാളത്തിൽ നമ്മൾ പോവുക, വിടുക എന്ന് പറയില്ലേ. ഞാൻ കൊച്ചിക്ക് വിട്ടു, ഞാൻ പാലക്കാട്ടേക്ക് വിട്ടു, അതാണ് ലീവ് ഫോർ. അപ്പൊ അതിന്റെ പാസ്റ്റ് ആണ് ലെഫ്റ്റ് ഫോർ കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യണം. ഫോർ അല്ല ഇവിടെ, ഏത് യൂസ്ഫുൾ ഇവിടെ വന്ന് പ്രോനൗൺ ആയതുകൊണ്ട് യൂസ്ഫുൾ ടു അസ് ആണ് കേട്ടോ. ഒന്ന് തിരുത്തണേ. ഞാൻ 2 പഠിക്കുമ്പോ പറയാം. ഓക്കെ, എന്താണ് യൂസ്ഫുൾ to us. യൂസ്ഫുൾ ടു അസ്. അതായത് ഇങ്ങനെയാണ് യൂസ്ഫുൾ ടു സംബഡി എന്നാണത്. യൂസ്ഫുൾ ടു സംബഡി. ഓക്കെ, മാറിപ്പോയത്. റിയലി സോറി. വയസ്സായി, ഇപ്പൊ തെറ്റൊക്കെ വരാൻ തുടങ്ങി. ഓക്കെ. നെവർ ട്രൈ ടു റിലേ ഡാഷ് ഫോളിഷ് പീപ്പിൾ. ആരാ അടുത്ത ആള്? രജിത പറ. റിലേ ഓൺ, അതൊരു PV ആണ്. റിലേ ഓൺ. രജിത വയസ്സായെന്ന് പറഞ്ഞപ്പോ എന്താ രജിത അവിടെ നിന്ന് ചിരിക്കുന്നത്? ഇല്ല സാർ, ഞാൻ ഒന്നും ചിരിച്ചില്ല. ചിരിച്ച പോലെ കേട്ടു. അല്ല, ഇവിടെ കൊച്ചുണ്ട്, അതുകൊണ്ട് കൊച്ചു ബഹളം ഉണ്ടാക്കുന്നേ, അതുകൊണ്ട് ചിരിച്ചാണോ? ശരി. എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അത്ര വയസ്സൊന്നും തോന്നിക്കൂല, 10-20 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ അല്ലേ? റൂം ലോക്ക് ചെയ്തപ്പോ വന്ന് ഡോർ ക്ലോസ് തട്ടാണ്. വിശ്വസിച്ച് 20 വയസ്സ് പറഞ്ഞത് കൊള്ളാം. അപ്പോഴേ
റിലൈ ഓൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ട്രസ്റ്റ്, Trust. വിശ്വസിക്കുക. റിലൈ ഓൺ എപ്പോഴും ചോദിക്കുന്ന പരീക്ഷയ്ക്ക് കേട്ടോ. Okay. ഓക്കെ, അൻഷദ് അലിയെ. അടുത്തത് സോണിഷ പറ. ഐ എക്സ്പെക്ട് മൈ ഫ്രണ്ട് ഡാഷ് ദ തേർഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. On the third. സോണിഷയ്ക്കാണല്ലോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? എക്സ്പെക്ട് മൈ ഫ്രണ്ട് ഡാഷ് ദ തേർഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം. അടുത്ത മാസത്തോടെ, അടുത്ത മാസം 3-ാം തീയതിയോടെ, Okay. അങ്ങനെ ഓടെ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും ബൈ ആ യൂസ് ചെയ്യാം കേട്ടോ. Okay. Bye. അത് ബൈ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നോ പ്രോബ്ലം. ഈസ് ജലസ് ഡാഷ് യുവർ പോപ്പുലാരിറ്റി. On ആണോ? Jealous രജിത. at your. ജലസ് ഓഫ്. തെറ്റിയിൽ പേടിക്കൊന്നും വേണ്ട. ജലസ് ഓഫ്. കാരണം എന്താ? നമ്മളിപ്പോ ആകെ എന്തൊക്കെ പഠിച്ചത്? അറ്റും ഇന്നും ഓൺ. ഇത് മൂന്നും വരുന്നത് തെറ്റിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ തെറ്റും. ബാക്കി ഏത് വന്നാലും തെറ്റിച്ച കുഴപ്പമില്ല, കാരണം നമ്മൾ പഠിക്കുന്നല്ലേ ഉള്ളൂ അല്ലെ? ഇത് മൂന്നും വരുന്നത് തെറ്റാൻ പാടില്ല. ഓക്കെ, അവിടെ ജലസ് ഓഫ്. അടുത്തത് നമ്മളെ സോണിഷ തന്നെ പറ. സോണിഷ. Sunil sat on a wall. ഓ, എന്താ സന്തോഷം പറയാൻ സോണിഷയ്ക്ക്. കാരണം വോളിന്റെ മുകളിലാണ് അല്ലെ? മുകളിൽ കയറിയിട്ട് നമ്മൾ ഇരിക്കുക, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.